Lights, they're shining so bright. We're gonna dance through the night. Hands up, feeling the heat. Move your body to the beat. Step by step, we start to glide. In this moment, we can't hide. Music's pumping and hearts are racing. Let's keep this party never ending. We're dancing in the stars tonight, higher than the moon. Hi friends, welcome to World Malayali Vlog. ഓരോ കാഴ്ചയ്ക്ക് പിന്നിലും ഒരു കഥയുണ്ട്. ആ കഥയിലേക്ക് വേൾഡ് മലയാളി വ്ലോഗറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബ്രിസ്ബെയിനിലെ കിങ് ജോർജ് സ്ക്വയറിലാണ്. ഇവിടെ തായ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. അപ്പൊ ഈ തായ് ഫെസ്റ്റിവലിൽ ഇഷ്ടംപോലെ പരിപാടിയും ഫുഡും അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമുക്കിതൊക്കെ കാണാം. So she actually bought a lot. All right. You can. ദാ ഈ കാണുന്നതാണ് മനോഹരമായ ബ്രിസ്ബെയിൻ സിറ്റി. അത്യാവശ്യം ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉള്ള ഒരു സുന്ദരമായ സിറ്റി. ഇവിടെ കുറേ പഴയ കെട്ടിടങ്ങളും നല്ല അടിപൊളി സ്ട്രീറ്റുകളും ഒക്കെ ഉണ്ട്. വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ ഈ സിറ്റി കാണാൻ പ്രത്യേക ഒരു വൈബാണ്. ക്യൂൻ സ്ട്രീറ്റിന്റെയും സൗത്ത് ബാങ്കിന്റെയും ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണണം കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളാണ്, നിങ്ങൾ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ് അതെല്ലാം. ഭംഗിയേക്കാൾ ഉപരിയായി ഈ ജീവിതം എങ്ങനെ ആസ്വദിച്ച് ജീവിക്കാമെന്ന് കുറെ നല്ല മനുഷ്യർ കാണിച്ചു തരുന്നതാണ് ഇവിടുത്തെ ഒരു ലൈഫ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ജീവിതം കഷ്ടപ്പെട്ട് തീർക്കാതെ ആസ്വദിച്ച് തീർക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകളുടെ ഒരു പ്രധാന പോളിസി. ഇവരിങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്ന കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, ഇങ്ങനെ തേലാപ്പാല 4 കവലയും കൂടെ ചേരുന്നിടത്ത് ഇവരിങ്ങനെ അങ്ങ് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് അത് കണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളീ നടന്നുകൊണ്ടിരിക്കുന്നത് കിങ് സ്ക്വയർ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ട്രീറ്റിലേക്കാണ്. അവിടെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന തായ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഞങ്ങൾ കിങ് സ്ട്രീറ്റിലേക്ക് നടക്കുകയാണ്. അവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് വഴിയിൽ. കഴിഞ്ഞ പ്രാവശ്യം ക്യൂൻ സ്ട്രീറ്റ് കണ്ടതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ നടക്കാൻ ഈ സ്ട്രീറ്റിൽ കൂടെ, ഈ ബഹളത്തിൻ്റെ ഇടയിൽ. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് തായ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ആ തായ് ഫെസ്റ്റിവൽ കാണാം. അങ്ങനെ നടന്ന് കിങ് സ്ക്വയർ സ്ട്രീറ്റിലെത്തി. അമ്പമ്പോ ഇത്രയും ബഹളം ഉണ്ടോ ഇവിടെ? എനിക്ക് അത്ര അറിയില്ലായിരുന്നു കേട്ടോ തായ് പീപ്പിൾ ഇത്രയധികം ഇവിടെ ഉണ്ടെന്ന്. ഓസ്ട്രേലിയ ഒരു മൾട്ടി കൾച്ചേർഡ് ആയിട്ടുള്ള സ്ഥലമാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും അടിപൊളിയാണ് ഇവിടുത്തെ തായ് ഫെസ്റ്റിവൽ എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഈ കാണുന്നത് ഇവിടുത്തെ ബ്രിസ്ബെയിൻ മ്യൂസിയമാണ്. ഇവിടെ തന്നെയാണ് മേയർ ഇരിക്കുന്നതും അങ്ങനത്തെ വലിയ വലിയ ഓഫീസുകളും അങ്ങനത്തെ പല കാര്യങ്ങളും ആ കെട്ടിടത്തിനകത്താണ് ഉള്ളത്. നല്ല ഭംഗിയാണ് അത് കാണാൻ. ഞാനത് പോയി കണ്ടിട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വന്ന് കയറിയപ്പോൾ തന്നെ തായ്ലൻഡുകാരുടെ മെയിൻ സംഭവമാണല്ലോ മസാജിങ്. ഇവിടെ ആദ്യം ഞങ്ങൾ കണ്ടത് ഒരു മസാജിങ് പാർലറാണ്, ഒരു കൊച്ചു മസാജിങ് പാർലർ. കൊച്ചെനിക്ക് കൊണ്ടുവന്ന് ഇത് കൊണ്ട് തന്നു. തായ് ട്രഡീഷണൽ മസാജ്. ഓ, ഇവിടെ തന്നെ മസാജ് ചെയ്യിക്കാം. പിന്നെ തായ്ലൻഡിൽ ചെന്ന് ആദ്യം കാണുന്നൊരു സാധനമാണല്ലോ ടുക് ടുക് എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ടുക് ടുക് എന്നാണ് അതിൻ്റെ പേര്. അതിലിരുന്ന് നമുക്കിങ്ങനെ ഫോട്ടോ സെൽഫി ഒക്കെ എടുക്കാം. നല്ല രസമുണ്ടായിരുന്നു. പിള്ളേരൊക്കെ കയറി അതിലിരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച ഇവിടെ ഈ ടെന്റുകൾ മാത്രമേ കാണുള്ളൂ. അല്ല, സ്റ്റേജ് ഉണ്ട്. സ്റ്റേജ് പ്രോഗ്രാംസും നടക്കുന്നുണ്ട്. അവരുടെ ആളുകളുടെ ഓരോരുത്തരുടെയും പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ആ പ്രോഗ്രാംസിന് ജഡ്ജസും ഉണ്ട്. എന്തൊക്കെയോ പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ചുറ്റും കാണുന്നത് ഇവിടുത്തെ ബിൽഡിംഗ്, വലിയ വലിയ ബിൽഡിങ്ങുകളും ഓഫീസുകളും കമ്പനികളും ഒക്കെ ആട്ടോ. ഇതിൻ്റെ നടുക്കാണ് ഈ കിങ് സ്ക്വയർ സ്ട്രീറ്റ്. ഇതൊരു എന്താ പറയുക, ആളുകൾ ഒത്തിരി കൂടിയിരുന്ന് അവരുടെ പല ഫെസ്റ്റിവൽസും പല കാര്യങ്ങളും ഇവിടെ തന്നെയാണ് നടക്കുന്നത്. ഇതൊരു ഡാൻസ് ഫോം അവതരിപ്പിക്കാൻ വേണ്ടി നിന്ന ഒരു ലേഡിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും അവരുടെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് വിളിച്ചപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഇവരെല്ലാവരും. നമ്മളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുന്ന നല്ല ആറ്റിറ്റ്യൂഡുള്ള കുറേ മനുഷ്യർ. ഈ ഭയങ്കര ഇഷ്ടമായി തായ്ലാൻഡുകാരെ. അത് മാത്രമല്ല ഇവർ ഡ്രസ്സിങ് ഒക്കെ ഭയങ്കര കളർഫുള്ളാണ് കേട്ടോ. ഏകദേശം നമ്മുടെ ഇന്ത്യൻസിനെ പോലെ തന്നെ ആതിഥേയ മര്യാദയുള്ള ഒരു കൂട്ടരാണ് ഈ തായ്ലൻഡുകാർ.
അതുകൊണ്ട് തന്നെ അവർ വളരെ ഈ ഹോസ്പിറ്റാലിറ്റി ഫീൽഡിലൊക്കെയാണ് ഇവിടെ കൂടുതലും വർക്ക് ചെയ്യുന്നത്. ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഓരോ ടെൻറ്റിലും പല ടൈപ്പ് ഫുഡ്. ഇതൊരു സ്വീറ്റാണ്, റൈസ് കൊണ്ടുണ്ടാക്കിയ ഒരുതരം സ്വീറ്റാണ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഞാൻ പ്രത്യേകിച്ചൊന്നും അവിടെ നിന്ന് വാങ്ങി കഴിച്ചില്ല. എനിക്ക് വയറ് പെട്ടെന്ന് തന്നെ കേടാകുന്ന ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കാറില്ല. പക്ഷേ ഇതെല്ലാം കണ്ട് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ടോ, അവർ പോസ് ചെയ്തൊക്കെ തരുന്നത് കണ്ടോ. ഞാൻ ഓരോ ടെൻറ്റിലും ചെല്ലുമ്പോഴും അവിടുത്തെ ആളുകൾ എന്നോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എന്തിനാ വീഡിയോ എടുക്കണേ, എന്താ യൂട്യൂബാണോ, അങ്ങനെ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്നവരെല്ലാവരും തന്നെ ഇവിടെ ഫുഡ് മേടിക്കാൻ നിൽക്കുന്നവരാണ്, ക്യൂ നിൽക്കുകയാണ്. പല ടൈപ്പിലുള്ള ഫുഡ് ഐറ്റംസ് ആണുള്ളത്. ഞാനിതുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ്. തായ്ലാൻഡിൽ പോയിട്ടില്ലല്ലോ, തായ്ലാൻഡിൽ പോകേണ്ട എങ്ങനെയാണ് തായ്ലാൻഡിലെ ഫുഡ് ഐറ്റംസ് ഞാൻ കാണുന്നതല്ലേ. അപ്പോൾ ഇപ്പം തായ്ലാൻഡ് പീപ്പിളിനെ കുറച്ച് കൂടുതൽ അടുത്തറിയാൻ പറ്റി. ഇത് നമ്മുടെ നാട്ടിലെ കണവയാണ്. കണവ ഇങ്ങനെ കോണിൻ്റെ അടുത്ത് വെച്ചിട്ട് ചുടുന്നുണ്ട്. എന്തോ ഒരു ഫുഡ് ഐറ്റമാണെന്ന് തോന്നുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടെല്ലാം. ഞാനൊന്നും മേടിച്ച് കഴിച്ചില്ല. ഉടനെ ഈ ലേഡി എനിക്ക് പോസ് ചെയ്ത് തരികയാണ്, കണ്ടോന്ന് പറഞ്ഞിട്ട്. ദാ ഈ പയ്യനാണെങ്കിലും എന്നോട് ഹായ് പറയാണ്. അങ്ങനെ അവർക്ക് എല്ലാവരോടും ഭയങ്കര ഒരു ഫ്രണ്ട്ലി നേച്ചറാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു നേച്ചർ അവരുടെ. ഇത് അവിടുത്തെ ഒരു ആർട്ട് ഫോമാണ് തായ്ലാൻഡുകാരുടെ. നല്ല ഭംഗിയായിരുന്നു ആ ഡാൻസ് കാണാൻ. ഞാൻ കുറേ നേരം ആ ഡാൻസ് കണ്ടു നിന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു അത്. ഞാൻ അവിടുത്തെ ബാക്കി ടെൻറ്റുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് അതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോവാണ്. ഞാൻ ഒരു സൈഡിലത്തെ ടെൻറ്റുകളിലേക്ക് ഫുഡ് എന്താണെന്ന് നോക്കി. ഇനി ഇപ്പുറത്തെ സൈഡിൽ എന്താണെന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഇപ്പുറത്ത് വന്നപ്പോൾ ഇവിടെ ഫുള്ള് സ്വീറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ലേഡി സ്ട്രോബെറി വിത്ത് ഐസ്ക്രീം കൊടുക്കുന്നുണ്ട്. സ്ട്രോബെറിക്ക് ഒരു പാക്കറ്റിന് $5 ഉള്ളൂ. അപ്പം ഐസ്ക്രീമും കൂടെ ചേർത്ത് അവരത് കൊടുക്കുന്നുണ്ട്. ഒന്നും വാങ്ങിയില്ല. പിന്നെ ഇവിടെ കുറേ കോഫി ഐറ്റംസ്, പലതരത്തിലുള്ള ഡ്രിങ്കുകളൊക്കെ വെച്ചിട്ടുണ്ട്. This is this Thai bingsu thing. It's like ice and like ice cream. Yeah, kind of, yeah. Shaved ice and red syrup. Thank you. Okay. നമ്മുടെ നാട്ടിലൊക്കെ ഓണത്തിനൊരു തരം ഇങ്ങനെ ഈ ലക്കി ഡിപ്പ് മത്സരമൊക്കെ നടക്കത്തില്ലേ, അതുപോലത്തെ എന്തോ ലക്കി ഡിപ്പ് പരിപാടിയായിരുന്നു ഇത്. അതിലൊരു 4K TV കിട്ടിയ ഒരു ലേഡിയാണ് കാണുന്നത്. അവിടെ ഭയങ്കര ബഹളമായിരുന്നു, നല്ല രസമായിരുന്നു അവരുടെ വൈബ് കാണാൻ. കാര്യമൊക്കെ ശരി, പക്ഷെ ക്ലീനിങ് അതിനിടയിൽ കൂടെ കറക്റ്റായിട്ട് അവർ നടത്തുന്നുണ്ട് കേട്ടോ. അതിനുള്ള ആളുകൾ അവിടെ നടക്കുന്നുണ്ട്. ഈ ചേട്ടനെ കണ്ടോ, സൈക്കിളിലൊക്കെ വന്നിട്ടാണ് ഇവിടുത്തെ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഓരോ ആളുകൾ അവരവരുടെ ജീവിതം അവർ ആസ്വദിക്കുന്നു. ഇത് കണ്ടിട്ട് മറ്റൊന്നും തെറ്റിദ്ധരിക്കണ്ട, അത് കുറച്ച് സോസേജ് ആണ്. അതൊരു ഈർക്കിളിയിൽ ഇങ്ങനെ കുത്തിയിട്ട ആളുകൾ തിന്നുകൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. എനിക്ക് ഈ സാധനം ഇഷ്ടമല്ല. ഞാനൊരു വട്ടം ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഒട്ടും എനിക്കിഷ്ടമല്ല ഈ സാധനം. ഇവരിവിടെ ഇവരുടെ ഫ്ലാഗ് Number 0315 0315 คุณสีตาค่ะ 0315 ഇവിടെ ഫ്ലാഗൊക്കെ വീശിക്കൊണ്ട് കുറേ പേര് നിൽപ്പുണ്ട്. അവരുടെ തായ്ലാൻഡ് ഫ്ലാഗ് കണ്ടപ്പോൾ പിന്നെ എനിക്ക് വിടാൻ തോന്നിയില്ല. ഞാൻ അവിടെയും കയറി ഫോട്ടോ എടുത്തു. വേറെയും കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അവിടെയും കയറി ഞാൻ തലവെച്ചു. അപ്പം ഇവിടെ ഒരു ഭയങ്കര ട്രഡീഷണൽ അറ്റയറിൽ നിൽക്കുന്ന ഒരു ലേഡി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. നല്ല രസമുണ്ടായിരുന്നു അവരുടെ ഡ്രസ്സിങ് കാണാൻ, എനിക്ക് ഇഷ്ടമായി.
അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ ക്ലീനിങ് തകർക്കുകയാണ്. ആളുകൾ കഴിക്കുന്ന വേസ്റ്റ് അവിടെ ഇവിടെയൊക്കെ വീഴുന്ന, അവർ തന്നെ വീഴാണ്ടിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വീഴുന്ന എന്തെങ്കിലും ചെറിയ സാധനം ഉണ്ടെങ്കിലും അത് പറക്കിക്കൊണ്ട് പോകാൻ നിൽക്കുന്നവരാണ് ഇവർ. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ആ മസാജ് സെൻറ്ററിൻ്റെ വാതിക്കൽ വീണ്ടും എത്തി. അപ്പം ഞാൻ ആ ലേഡിയോട് ചോദിച്ചു, അവരോട് മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ ഷൂട്ട് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഷൂട്ട് ചെയ്തോളാൻ പറഞ്ഞു. അവർ നെക്കിന് മസാജ് ചെയ്യാണ്. നല്ല മണം, എന്ത് അടിപൊളി മണമെന്നറിയോ അവിടുന്ന് വരുന്നത്. അവരാ യൂസ് ചെയ്യുന്ന അവിടെ ഒരു ഓയിൽ ഇരിപ്പുണ്ട്, ആ ഓയിലിൻ്റെ മണം തോന്നുന്നു, അത്രയും നല്ല മണം വരുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ചാർജ് കേട്ടാൽ നമ്മൾ ഞെട്ടും. 15 മിനിറ്റ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് $35 എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ 1650 രൂപ. കാര്യം അവിടെ അത്രയും ഫുഡൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ട്രൈ ചെയ്യാൻ അത്ര ധൈര്യം തോന്നിയില്ല. അപ്പം ഞങ്ങൾ സ്ഥിരം ഈ ബ്രിസ്ബെയിൻ സിറ്റിയിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ മെഗ്ഡിയിലാണ് പോവാറ്. അത് ക്യൂൻ സ്ട്രീറ്റിലാണ്. ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ട്രീറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ക്യൂൻ സ്ട്രീറ്റ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് വരാം എന്ന് വിചാരിച്ച് പോവാണ്. നല്ല രസമാണ് ഈ സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ നടക്കാൻ, ഭയങ്കര വൈബാണ്. ഇത് ആരാണോ എന്തോ, കണ്ടിട്ടൊരു സിനിമ നടിയുടെ ലുക്കൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒന്നും കൂടെ ഒന്ന് റീചാർജായി. സമയമൊട്ടും ആയിട്ടൊന്നുമില്ല, 5 മണി ആയിട്ടേ ഉള്ളൂ. 5 മണിയാകുമ്പോൾ തന്നെ ഇപ്പോൾ ഇവിടെ ഇരുട്ടാണ്. എന്നുവെച്ചാൽ അത് വിൻ്റർ സീസണിലെ ഒരു പ്രത്യേകതയാണല്ലോ. ഞങ്ങൾ വീണ്ടും ആ കിങ് സ്ക്വയർ സ്ട്രീറ്റിൽ വന്നു. അവിടെ എന്തൊക്കെയുണ്ട് ഇനി ബാക്കി തായ് ഫെസ്റ്റിവലിൻ്റെ ബാക്കി എന്തൊക്കെ കാഴ്ചകൾ കാണാനുണ്ട് എന്ന് അറിയാമെന്ന് വിചാരിച്ച് വന്നതാണ്. വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഭയങ്കര വൈബ്, ഭയങ്കര ഗാനമേളയും പരിപാടിയൊക്കെ. സംഭവം നമുക്ക് ഭാഷയൊന്നും മനസ്സിലാവുന്നില്ല, പക്ഷെ എന്നാലും അവരുടെ ആ സന്തോഷവും ആ ഡാൻസും ഒക്കെ കണ്ടു നിൽക്കാൻ ഭയങ്കര രസമായിരുന്നു. അവരാണെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ആളുകളാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കുകയാണ്, നിങ്ങളും കളിക്കാൻ, നിങ്ങളും വാ, നിങ്ങളും ഞങ്ങളുടെ കൂടെ എൻജോയ് ചെയ്യുക, ആ ഒരു മൂഡുള്ളവരാണ് അവർ. Lights, they're shining so bright, we're gonna dance through the night. Hands up, feeling the heat, move your body to the beat, step by step. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, സന്തോഷിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാതിരിക്കുക. ആഘോഷങ്ങൾ നമുക്ക് സന്തോഷിക്കാനുള്ളതാണ്, അതങ്ങ് അടിച്ചു പൊളിച്ച് ആഘോഷിച്ചേക്കുക. Never ending, we're dancing in the stars tonight, higher than the moon, taking flight, feel the rhythm, feel the vibe, together we can touch the sky. അങ്ങനെ ഫെസ്റ്റിവലും ഗാനമേളയും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഡാഡാ കുതിരക്കാരൻ മാത്രം അവിടെ ഒറ്റയ്ക്കായി. അപ്പം ഞങ്ങളും ഇനി പതുക്കെ തിരിച്ചിറങ്ങുകയാണ്. എന്തായാലും അടിപൊളി ഒരു ദിവസമായിരുന്നു. ഈ വീക്കെൻഡ് ഞങ്ങൾ ശരിക്കും അടിച്ചു പൊളിച്ചു എന്ന് വേണം പറയാൻ. ഭയങ്കര സന്തോഷമാണ് ഇവരുടെ ഈ ഡാൻസും പാട്ടും ബഹളും ഒക്കെ കൂടെ ആകുമ്പോഴത്തേക്കും. ശരിക്കും ഒരു വല്ലാത്തൊരു എന്താ പറയുക, പണ്ടൊക്കെ ഉത്സവപ്പറമ്പിൽ ഗാനമേള കേൾക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഫീലില്ലേ, അതുപോലെ. എന്തായാലും അടിപൊളിയായിരുന്നു. നിങ്ങൾക്കും ഈ അടിപൊളി വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റ് പല വീഡിയോസും ഞാൻ ഇടുന്നതായിരിക്കും ഓസ്ട്രേലിയയിലെ വിശേഷങ്ങളെക്കുറിച്ച്. അപ്പോൾ വീണ്ടും മറ്റൊരു ഓസ്ട്രേലിയൻ വീഡിയോയുമായി കാണുന്നതുവരെ ദിസ് ഈസ് ശ്രീജ ശ്രീജിത്ത് സൈനിങ് ഓഫ്. Lights, they're shining so bright, we're gonna dance through the night. Hands up, feeling the heat, move your body to the beat, step by step we start to glide. In this moment we can't hide, music's pumping and hearts are racing. Let's
keep this party never